ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടോയ്ലറ്റിൻ്റെ വിവിധ തരത്തിലുള്ള ടോയ്ലറ്റുകളുടെ ഇൻറ്റീരിയർ ഡിസൈനുകളാണ്. നമ്മളൊരു വീട് പണിയുമ്പോൾ ഈ ടോയ്ലറ്റിന് മിക്ക വീടുകളിലും പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്ന ആ വീടുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയർ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, വീട് കൊച്ചിയാണ്. വാഷ് കൗണ്ടറുകൾ ആണ് ടോയ്ലറ്റിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേക ഉപയോഗത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ. അതേപോലെ കബോർഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വാഷ് കൗണ്ടറുകൾ ചെയ്യുമ്പോൾ അതിനുപയോഗിക്കേണ്ട മെറ്റീരിയൽ മൾട്ടിവുഡോ WPC ബോർഡോ ആയിരിക്കണം. അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് കഴിയുമെങ്കിൽ ചിത്രങ്ങളിൽ കാണുന്ന പോലെ ലൈറ്റുകൾ ആഡ് ചെയ്യുക. കാരണം നമ്മൾ ഇൻറ്റീരിയറിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം, ഒരു മുഖ്യ ഭംഗി എന്ന് പറയുന്നത് ലൈറ്റുകളാണ്. നമ്മൾ വാഷ് കൗണ്ടറുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗത്തായിട്ട് ലൈറ്റുകൾ കൊടുക്കുക. അതേപോലെ മിററുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് പുറകു വശത്തായിട്ട് കോവ് ലൈറ്റുകൾ കൊടുക്കുക. അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ആ വെളിച്ചം നമ്മുടെ മുഖത്തേക്ക് നേരിട്ട് അടിക്കാതെ നമ്മുടെ കണ്ണിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ, എന്നാൽ നമ്മുടെ മുഖം നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഈ മിററിൻ്റെ പുറകുവശത്തായിട്ട് ഇതേപോലുള്ള കോവ് ലൈറ്റുകൾ കൊടുക്കുന്നത്. നമ്മൾ ഇതേപോലെ കോവ് ലൈറ്റുകൾ കൊടുക്കുമ്പോൾ അത് മിറർ ഏത് ഷേപ്പിലെടുക്കുന്നുവോ ആ ഷേപ്പിൽ വെളിച്ചം വരും. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ കാണുന്നത് പല തരത്തിലുള്ള ഷേപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ ഷേപ്പ് പല തരത്തിലാണ്. 2 ഡോറുകളായിട്ട് ഒരു ഡ്രോയറും മുകൾ ഭാഗത്തൊരു ഡോറും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാം ഡോറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് തുറക്കുന്ന ഡോറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. മിററുകൾ അതേപോലെ തന്നെ റൗണ്ട് മിററുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാഫ് റൗണ്ട് മിററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല ആംഗിളിലാണ് ഈ ഓവൽ ഷേപ്പായിട്ടും മിററുകൾ കൊടുത്തിട്ടുണ്ട്. പല ഷേപ്പിൽ നമ്മൾ മിറർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ പുറകുവശത്ത് അടിക്കുന്ന പാനലിലാണ് നമ്മൾ ഈ ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷേപ്പിൽ ആ പാനൽ ഉണ്ടാക്കി പിടിപ്പിക്കുമ്പോൾ നമ്മൾ മുൻഭാഗത്ത് വെക്കുന്ന മിററിൻ്റെ ആ ഷേപ്പ് അനുസരിച്ചായിരിക്കും ലൈറ്റുകൾ വരുന്നത്. അതൊരു പ്രത്യേക ഭംഗിയാണത്. അപ്പോൾ അതേപോലെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്യുക, വാഷ് കൗണ്ടറുകൾ സെറ്റ് ചെയ്യുക, പിന്നെ കബോർഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. കബോർഡുകൾ പ്രാധാന്യം കൊടുത്താൽ നമ്മൾ ആ ടോയ്ലറ്റിൽ നിന്ന് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയ വാഷ് കൗണ്ടർ, നല്ല വലിപ്പത്തിലുള്ള നീളത്തിലുള്ള വാഷ് കൗണ്ടറിൽ കൊടുത്താൽ അതിനുള്ളിൽ ഒത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ടവലുകൾ, അതേപോലെ തന്നെ സോപ്പ്, ഹാൻഡ് വാഷ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, പിന്നെ ടോയ്ലറ്റ് വാഷ് ചെയ്യുന്ന, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഐറ്റംസ് എല്ലാം നമുക്ക് ഈ കബോർഡിൽ സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതൊന്നും വെളിയെ കാണുകയില്ല. സാധാരണ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ടോയ്ലറ്റിൽ ഈ നമ്മൾ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷും മറ്റുമെല്ലാം ആ മൂലയിൽ വെക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം ഒരു മാറ്റം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതെല്ലാം ഒരു കബോർഡിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ അതൊരു പ്രത്യേക നല്ലൊരു രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ കളർ തീമുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. എപ്പോഴും ലൈറ്റ് കളറ് ടൈലുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വാഷ് കൗണ്ടറിനും നമ്മുടെ ടോയ്ലറ്റിൽ നല്ല പ്രകാശം ലഭിക്കും. ഒരു ലൈറ്റ് ഇട്ടാൽ മതിയാവും, നല്ല വെളിച്ചമായിരിക്കും. അതുപോലെ തന്നെ സീലിങ്ങിന് പ്രാധാന്യം കൊടുക്കണം. സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ സീലിങ്ങിലായിരിക്കണം എല്ലാ ലൈറ്റുകളും വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഭിത്തിയെല്ലാം പ്ലെയിൻ ആയിട്ടിരിക്കും. അതൊരു പ്രത്യേക ഫീലാണ് കാണാനായിട്ട്. ഭിത്തിയിൽ നമ്മൾ ലൈറ്റുകൾ ആഡ് ചെയ്യുന്ന ആ പഴഞ്ചൻ രീതി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. സീലിങ്ങിലാണ് എല്ലാ ലൈറ്റുകളും കൊടുക്കുന്നത്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ പല ടൈപ്പിലുള്ള ഡിസൈനിലുള്ള ടൈലുകളാണ് ഇന്നത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, നിങ്ങൾക്ക് മനസ്സിലിണങ്ങുന്ന ടൈലുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. മിറർ വരുന്ന ഭാഗത്ത് എന്തായാലും നമുക്കവിടെ ഒരു ക്ലാഡിംഗ് ടൈലോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നല്ല ഡിസൈനുള്ള വെർട്ടിഫൈഡ് ടൈലോ ഏത് വേണമെങ്കിലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈല് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനൊരു കളർ തീം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്ലോർ ടൈലും അതേപോലെ വാൾ ടൈലും തമ്മിലുള്ള ആ കളർ കോമ്പിനേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇൻറ്റീരിയറിൻ്റെ കളറും ലാമിനേഷൻ സെലക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ആ ഒരു ടോയ്ലറ്റിന് പ്രത്യേക ഭംഗി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വലിയ ടോയ്ലറ്റ് ആണെങ്കിൽ നമുക്ക് കുളിക്കുന്ന ഏരിയയിൽ ഒരു ക്യൂബിക്കിൾ സെറ്റ് ചെയ്യാം. അതും ടോയ്ലറ്റിൻ്റെ ഭംഗി കൂട്ടുന്നതാണ്. ഈ വീഡിയോ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊരു മിറർ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ടോയ്ലറ്റിൻ്റെ ഫുൾ ഭാഗം, വാഷ് കൗണ്ടറും ടോയ്ലറ്റും ക്ലോസറ്റും ഇരിക്കുന്ന ഭാഗവും ഒരേപോലെ കാണത്തക്ക രീതിയിലാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒറ്റ ഫോട്ടോയിൽ ഒറ്റ ആംഗിളിൽ ഒരു ടോയ്ലറ്റിൻ്റെ എല്ലാ ഭാഗവും കാണാൻ പറ്റുന്ന രീതിയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല കളർഫുള്ളായ ഒരു ടൈലാണ്. റെഡ് കളറ് ടൈലും വൈറ്റ് കളറ് വാൾ ടൈലും. അത് ഒരു കളർ കോമ്പിനേഷനാണ്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ടൈലുകളുടെ കളറുകൾ നമ്മൾ മാറ്റുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനുകൾ, ടോയ്ലറ്റ് ഡിസൈൻ ഈ ചാനലിൽ നിന്ന്, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരാളുടെ പോലും സഹായമില്ലാതെ നിങ്ങൾക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ സാധിക്കും, ടോയ്ലറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു ജോലിക്കാരനെ വെച്ചുകൊണ്ട് തന്നെ ഈ ടോയ്ലറ്റുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ബാത്ത് ടബിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ബാത്ത് ടബ് തന്നെ ഉപയോഗിക്കുക. വില കുറഞ്ഞത് നോക്കി വാങ്ങിച്ചു കഴിയുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വർക്ക് ചെയ്യാതെ വരും. അതിൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ നല്ല ടബ് തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റി ഉള്ളത്. ഒത്തിരി ഫങ്ഷൻ വേണമെന്നില്ല, സാധാരണ ഫങ്ഷൻ ആയാലും കുഴപ്പമില്ല, പക്ഷേ ക്വാളിറ്റി മികച്ചതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ മോട്ടർ കംപ്ലൈൻ്റ് ആകുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അപ്പോൾ ബാത്ത് ടബുകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ടബുകൾ തന്നെ, ബ്രാൻഡഡ് കമ്പനിയോട് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് കോസ്റ്റ്ലിയാണ്, കുറച്ച് വില കൂടുന്നതാണ്. എന്നാലും ടോയ്ലറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന വീടുകളിൽ ഏറ്റവും അധികം പൈസ പോകുന്ന ഒരു ഭാഗമെന്ന് പറയുന്ന ടോയ്ലറ്റാണ്. ഈ ടോയ്ലറ്റിലാണ് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചിലവാക്കുന്നത്. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ശ്രദ്ധിക്കുക.
ഇത്രയും പൈസ ചിലവാക്കിയെങ്കിൽ മാത്രമേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ടോയ്ലറ്റ് ഭംഗിയാവുകയുള്ളൂ. ചെറിയ ടോയ്ലറ്റ് ആണെങ്കിൽ അതിലൊരു ചെറിയൊരു വാഷ് കൗണ്ടറും ചെറിയൊരു ക്ലോസറ്റും വെച്ചാൽ മതിയാവും. അതും നമ്മളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒത്തിരി ആളുകൾ ടോയ്ലറ്റിൻ്റെ ഡിസൈൻ തപ്പി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പല പല ടോയ്ലറ്റുകളിലും പല പല വീടുകളിലും കയറി ആ ടോയ്ലറ്റിൻ്റെ ഡിസൈൻ ഫോട്ടോ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയതായി വീട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ മിററിൻ്റെ ഭംഗി അതാണ്. ആ ലൈറ്റുകൾ വരുമ്പോൾ നമ്മൾ ആ മിററിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴേ അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ മുഖത്തേക്ക് ഒരു ലൈറ്റിന് അഭിമുഖമായിട്ട് നിന്ന് നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് അല്ല നമ്മളുടെ മുഖത്ത് ഷെയ്ഡായിട്ട് വരുന്ന ലൈറ്റിന്. അതൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ കണ്ണിന് അധികം ആയാസം തോന്നുകയില്ല. ആ രീതിയിലാണ്. അതുകൊണ്ടാണ് എല്ലാ മിററുകളുടെ പുറകുവശത്ത് ഇതേപോലെ കോവ് ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നത്. പ്രത്യേക ഭംഗിയായിരിക്കും. അതുപോലെ കോവ് ലൈറ്റ് സെറ്റ് ചെയ്യണമെന്നില്ല. മിററിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് വരുന്ന ടൈപ്പ് മിററുകളും വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മിററിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആ മിററിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു 1 ഇഞ്ച് വീതിയിൽ ലൈറ്റ് വരുന്ന രീതിയിലുള്ള മിററുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ മിററിലേക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണ് ചിമ്മിപ്പോവും. അപ്പോൾ എപ്പോഴും മിററിൻ്റെ പുറകുവശത്ത് ലൈറ്റ് കൊടുക്കുന്നതാണ് നമ്മുടെ കണ്ണിന് എപ്പോഴും പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിററിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലൈറ്റുള്ള മിററുകൾ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുകയും ചെയ്യും. വിലയും വളരെ കുറവായിട്ട് കിട്ടും. കാരണം അതേപോലത്തെ ഒരു മിറർ വാങ്ങിക്കാൻ 2000 രൂപ താഴെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മിററുകൾ വാങ്ങിക്കുവാൻ കിട്ടും. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കുറച്ച് നേരം നമ്മൾ ആ മിററിലേക്ക് നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് അതൊരു വല്ലാത്ത പ്രോബ്ലമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ ഇൻറ്റീരിയർ ചെയ്യുന്നവർ ആ ലൈറ്റ് പ്രൊമോട്ട് ചെയ്യാത്തത്. പിന്നെ വീട്ടുകാരുടെ ഇഷ്ടമാണ്, വീട്ടുകാരാണ് പൈസ മുടക്കുന്നത്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കാറുമുണ്ട്. നമ്മളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്കത് മതി എന്നാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനോ പറയാനോ ഇല്ല. അവർ ഇഷ്ടം പോലെ നടക്കട്ടെ. അവരാണ് പൈസ മുടക്കുന്നത്, അവരാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വശങ്ങളും പറയുന്നുണ്ട്. പിന്നെ നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ നമ്മൾ വാഷ് കൗണ്ടറുകളെ കുറിച്ച് പറഞ്ഞു, ബാത്ത് ടബുകളെ കുറിച്ച് പറഞ്ഞു, ടൈലുകളെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ കബോർഡുകളെ കുറിച്ച് പറഞ്ഞു, മിററിനെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാനുള്ള ഒരു ഐറ്റം അതേപോലെ ക്ലോസറ്റുകളെ കുറിച്ച് പറഞ്ഞു. ക്ലോസറ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ തറയിൽ മുട്ടാത്ത രീതിയിലുള്ള ക്ലോസറ്റുകൾ എടുക്കുക. ഇത് ബാത്ത് ഡബ്ബാണ്. ഏറ്റവും അഡ്വാൻറ്റേജായ ഒരു ഡബ്ബാണത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് വാഷ് ബേസിനെ കുറിച്ചാണ്. വാഷ് ബേസിൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കൗണ്ടർ ടോപ്പ് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അതൊരു പ്രത്യേക ഭംഗിയുള്ള നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇതേപോലുള്ള വാഷ് കൗണ്ടർ ആണെങ്കിൽ അതൊരു പ്രത്യേക ഫീലായിരിക്കും ഉള്ളത്. നമുക്കത് കഴുകാനും ഉപയോഗിക്കാനും എല്ലാം. പിന്നെ നമ്മൾ ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ എടുക്കുമ്പോൾ കുറച്ച് കുഴിയുള്ളത് നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് താഴ്ചയുള്ളത്. കാരണം അല്ല എങ്കിൽ നമ്മൾ അതിൽ കഴുകുന്ന സമയത്ത് ആ വെള്ളം തെറിച്ച് നമ്മളുടെ ദേഹത്തേക്ക് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നമ്മുടെ ടോയ്ലറ്റുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.